കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ഞാനിത് മേടിക്കുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ് ഇത്. ഇതിൻ്റെ MRP പ്രൈസ് എന്ന് പറയുന്നത് 2400 രൂപയാണ്. പക്ഷെ പ്രീ ബുക്ക് ചെയ്തിട്ട് മേടിച്ചത് കാരണം എനിക്കിത് 2000 രൂപയ്ക്കാണ് ലക്ഷ്യ പബ്ലിക്കേഷനിൽ നിന്നിട്ട് ലഭിക്കുന്നത്. 26-ാം തീയതിയായിരുന്നു ഇതിന് ഡെസ്പാച്ച് ചെയ്തിരുന്നത് അവർ. പക്ഷെ എൻ്റെ കയ്യിലേക്ക് ഇന്ന് എത്തിയതേ ഉള്ളൂ. അതായത് 28-ാം തീയതിയാണ് എനിക്ക് കിട്ടുന്നത്. 2 ദിവസം കൊണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അവരിതെനിക്ക് അയച്ചു തരുന്നത്. ആയിട്ടുള്ളൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ആ പുസ്തകത്തിന് ഒരു കേടുപാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു തരത്തിൽ തന്നെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു അവർ പാക്ക് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ വോളിയം 1ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഇമ്പോർട്ടൻ്റ് ആക്ട്, കേരള അഡ്മിനിസ്ട്രേഷൻ, മലയാളം തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ന്യൂ SCERT ആഡ് ചെയ്തിട്ടുണ്ട് എന്നും അവർ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഓരോ സബ്ബായിട്ടുള്ള ഹെഡിങ് വരെ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യവും കൂടെയാണ്. ഇൻഡെക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കാനായിട്ടൊക്കെ പുസ്തകം എടുക്കുമ്പോഴത്തേക്കും അത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും പേജുകളൊക്കെ മറിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അതായത് കൂടുതൽ പേജുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ പേജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് ഒക്കെ ആക്കിയിട്ടാണ് അവർ അത് എഴുതിയേക്കുന്നത്. അതൊക്കെ നല്ല ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുസ്തകത്തിൻ്റെ പേജിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതായത് ഏകദേശം ഒരു 5000 പേജോളം ഈ 4 റാങ്ക് ഫയലുമായിട്ട് വരുന്നുണ്ട്. 5000-ന് മേലെ പേജുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും വലിയൊരു പുസ്തകമാണ്. ഇനി 2ാമത്തെ വോളിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, ഇംഗ്ലീഷ് മുതലായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സാധാരണ ഇംഗ്ലീഷ്, മലയാളം, മാത്സും പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളെല്ലാം ഒരൊറ്റ ടെക്സ്റ്റ്, ഒറ്റ വോളിയമായിട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് പല വോളിയത്തിലേക്ക് ആക്കിയിട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ലൊരു മാറ്റമാണ്. കാരണം കഴിഞ്ഞ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു വോളിയം മാത്രം നമ്മളെപ്പോഴും മാറ്റി വയ്ക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അതൊരു വ്യത്യാസമായിട്ട്, നല്ലൊരു വ്യത്യാസമായിട്ട് എനിക്ക് ഈ ഒരു റാങ്ക് ഫയലിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും നേരത്തെ റാങ്ക് ഫയൽ പോലെ തന്നെ വലിയൊരു റാങ്ക് ഫയലാണ്, നല്ല കട്ടിയുണ്ട്. അതിനകത്തുള്ള നല്ലൊരു മാറ്റം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ 3ാമത്തെ വോളിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും സയൻസ് സബ്ജക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പ്യൂട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. സയൻസിൻ്റെ അതായത് മറ്റേ സയൻസ് ആൻഡ് ടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇൻഡെക്സ് ഒക്കെ നേരത്തെ പോലെ തന്നെ വളരെ വിപുലമായിട്ട് തന്നെയുള്ള ഇൻഡെക്സും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മോശമായിട്ടൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കുറച്ചുകൂടെ വലിയൊരു ഫോണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല. പിന്നെ പേജൊക്കെ അത്യാവശ്യം മാന്യമായിട്ടുള്ള ക്വാളിറ്റി ഇത്തവണ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പൈസയും അവർ മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് ആണല്ലോ, 2000 രൂപയാണ്. നേരത്തെയൊക്കെ ഒരു 1500 രൂപയോളമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ 500 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇത്തവണ. പിന്നെ 4ാമത്തെ വോളിയത്തിൽ സ്വാഭാവികമായിട്ടും ജോഗ്രഫിയും പിന്നെ മാത്സുമാണ് വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ്, കേരള ജോഗ്രഫി, ഇത്രയും ജോഗ്രഫികളും പിന്നെ മാത്സുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കട്ടി കൂടിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കട്ടി താരതമ്യേന കൂടുതൽ പേജ് ഉള്ളത് ഈ ഒരു ടെക്സ്റ്റിലാണ്. പക്ഷെ കുറച്ച് സബ്ജക്റ്റ് ഉള്ളതും ഈ ഒരു വോളിയത്തിലാണ്, 4ാമത്തെ വോളിയത്തിലാണ്. പക്ഷെ കൂടുതൽ പേജ് ഉള്ളതും ഈ ഒരു 4ാമത്തെ വോളിയത്തിലാണ്. പിന്നെ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു ടെക്സ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഉപകാരപ്പെടും. പിന്നെ പല പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യേന തെറ്റുകളൊക്കെ കുറവുള്ളൊരു റാങ്ക് ഫയലാണ് ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് വാങ്ങാം.